ഹലോ, വെൽക്കം ബാക്ക് ടു സലാം സെയിലർ സ്മോൾ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഞ്ഞ് സേഫ്റ്റീൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പലിൽ പോകും, നമുക്ക് എന്തെങ്കിലും ഒരു ഫയർ പെട്ടെന്ന് ഒരു റൂം അപ്പോൾ നമ്മൾ കിടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫയറിൻ്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം സ്മോക്ക്, അത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മുടെ റൂമിൽ നമ്മൾ എപ്പോഴും സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഷോർട്ട് നെയിമാണ് സ്കബ്ബ. സ്കബ്ബ എന്ന് പറയുന്നത് സെൽഫ് കണ്ടെയ്ൻ ബ്രീത്തിങ് അപ്പററ്റസ് എന്നാണ് അതിൻ്റെ പേര്, അഥവാ ഓക്സിജൻ സിലിണ്ടർ. ഓക്കെ, അപ്പോൾ സാധനം ഇതാണ് സാധനം. ഇത് പറഞ്ഞാൽ 300 ബാറ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ആ 300 ബാറ് കംപ്രസ്ഡ് ആയിട്ടുള്ള എയറാണ് ഇതിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇന്ന് യൂസ് ചെയ്യാന്നുള്ള ചെറിയൊരു കുഞ്ഞ് വീഡിയോ നമുക്ക് ഇതിന് വേണ്ടി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യാന്നുള്ള ചെറിയൊരു കുഞ്ഞ് വീഡിയോ നമുക്ക് എടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് കുറച്ച് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കാല് ഇങ്ങനെ മടക്കി വെക്കണം. കാരണം നമ്മൾ നിന്നിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ബാക്കിലോട്ട് ഇടുമ്പോൾ അത് ബാക്കിലോട്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് അത് പുറത്തോട്ട് വീട് പോകാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ബാലൻസ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും മുട്ടിക്കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് സമാധാനത്തോടെ റിലാക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ ഇട്ടാൽ സാധാരണ ബാഗ് പോലെ നമുക്ക് ഇടാൻ പറ്റും. അപ്പം തന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ടൈറ്റ് ചെയ്യണം, നല്ല പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യണം. കണ്ടോ, സിമ്പിൾ പരിപാടിയാണ്, സിമ്പിൾ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഗേജ് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഈ ഗേജ് ഇതിപ്പോൾ 300 ബാർ ഇതിൽ കംപ്രസ്ഡ് ആട്ടോ. 300 ബാർ എന്ന് പറയുന്നത് ഇതിൽ കംപ്രസ്സായി കിടക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും ഈ ഒരു ഗേജ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിലിപ്പോൾ 300 ബാർ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ പ്രഷർ ഇല്ലാത്ത, ചിലപ്പോൾ പ്രഷറൊക്കെ ലീക്കായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഒരു കിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള കിറ്റാണ് ഇതിൻ്റെ മാസ്ക്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മാസ്ക്. ഈ സാധനം നേരെ നമ്മൾ ഇതിൽ ഗേജിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ഇതിലുമായി കണക്റ്റ് ആക്കുക. അപ്പോൾ ഈ മാസ്ക് എങ്ങനെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ കൈ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് സിമ്പിളായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ സ്ട്രിപ്പൊക്കെ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ, വേറെ ഒരു കാര്യം ചെയ്യണ്ട. നേരെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ടൈറ്റ് ചെയ്യുക, പക്ഷെ അത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യണം. പ്രോപ്പറായിട്ട് തന്നെ നല്ല 4 ഭാഗവും വലിച്ച് ടൈറ്റ് ചെയ്യണം. വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മളെ സിലിണ്ടറിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ആ വാൽവ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗേജിൽ ഓൾറെഡി പ്രഷർ ഇപ്പോൾ ഉണ്ട്. ഗേജിൽ ഇതിങ്ങനെ ലേശിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇത് നമുക്ക് മാക്സിമം എത്ര മണിക്കൂർ യൂസ് ചെയ്യാം, ഒരു ഹാഫ് ആൻ അവർ ഒക്കെ മാക്സിമം. കാരണം ഇത് നമുക്ക് എക്സ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് മാത്രമാണ്. കാരണം അത് നമുക്ക് ഫുൾ ടൈം ഉള്ളതല്ല, നമുക്ക് എമർജൻസിക്ക് എക്സ്കേപ്പ് ചെയ്യാനുള്ള ഒരു ബ്രീത്തിങ് ഡിവൈസാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു അരമണിക്കൂർ മാക്സിമം, ഇത് എത്ര അരമണിക്കൂർ ഇട്ടാൻ തോന്നുന്നു, 45 മിനിറ്റ്സോ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഇട്ടാണ്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് ഡയറക്റ്റ് ഒന്നും നോക്കാതെ നമുക്ക് എസ്കേപ്പ് ചെയ്യും. വേഗം നമ്മൾ ഈ ഒരു അരമണിക്കൂർ മാക്സിമം, കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കേട്ടോ, ഇതിൻ്റെ മാക്സിമം അരമണിക്കൂറോ 45 മിനിറ്റ്സോ അങ്ങനെ എന്തോ ആണ്. അപ്പം ഇപ്പം 300 ബാർ ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും വേണം ബാർ കുറയുന്നതനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഊരി എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഊരി എടുക്കുക. നേരെ വാൽവ് ക്ലോസ് ചെയ്തിട്ട് നേരെ ഇത് എടുത്ത് സേഫാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും എല്ലാ ഷിപ്പിലും നമ്മളെ ക്യാബിനിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇവിടെ ഉണ്ടാവും. ഓക്കെ, സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇവിടെ ഉണ്ടാവും.
ഒരു ഷിപ്പിൽ എത്ര ബെഡ്, റൂമിൽ എത്ര ബെഡ് ഉണ്ടോ, 4 ബെഡ് ഉണ്ടെങ്കിൽ 4 ബ്രീത്തിങ് അപ്പറേറ്റസും സ്കബിയും ആ റൂമിലുണ്ടാവും ഓരോരുത്തർക്കും എസ്കേപ്പ് ചെയ്യാനുള്ള. കാരണം ഇതൊക്കെ നല്ല വെയിറ്റുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തപ്പോൾ നമുക്കത് വെയിറ്റ് ഇല്ലാത്ത ഒരു സാധാരണ സ്കൂളിലേക്ക് പോകുന്ന ബാഗ് പോലെ ആയി. ഓക്കെ, അതിന് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്നോല് കേട്ടോ, ആരും നിർബന്ധിക്കുന്നില്ല, പറ്റുന്നോല്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് ഇതുപോലുള്ള ഓരോ വീഡിയോസ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകില്ല, മുന്നോട്ടേ പോവുള്ളൂ. പക്ഷെ ആരും തെറി വിളിക്കരുത്, അതൊരു റിക്വസ്റ്റാണ്. മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ലെങ്കിലും കമൻറ്റ് അയച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തെറി വിളിക്കരുത്. ഓക്കെ, എങ്ങനെയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.